ഹായ് കുട്ടികളെ, 2ാം ക്ലാസ്സിലെ തജ്വീദുൽ ഖുർആൻ 2023 നടന്ന അർദ്ധവാർഷിക പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണിത്. നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. കോളത്തിൽ ശരി അടയാളപ്പെടുത്തുക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഹമ്മാലത്ത എന്നതിൽ ആദ്യത്തെ അക്ഷരം ജിം ഹ ഹ. ഹമ്മാലത്ത എന്നതിൽ ആദ്യത്തെ അക്ഷരം ഹ. ലത്തറ ഉന്നഹ എന്നതിൽ മണിച്ചോദേണ്ട അക്ഷരം ത വാവ് നൂന്. മണിച്ചോദേണ്ട അക്ഷരം നൂനിന് ഷദ്ദുള്ളത് കൊണ്ട് നൂനിനെയാണ് മണിച്ചോദേണ്ടത്. ആൻസർ നൂന്. അവസാനത്തെ അക്ഷരം ഹ ആയി ഉച്ചരിക്കണം. അവസാനത്തെ അക്ഷരം ഹ ആയി ഉച്ചരിക്കണം. സുത്തിഹത്ത് അൽഫിഷഹർ നാറുൻ ഹാമിയ. അതിൻ്റെ ആൻസർ നാറുൻ ഹാമിയ. നാറുൻ ഹാമിയ എന്നുള്ളതിൽ അവസാനത്തെ താഇനെ ഹ ആയി ഉച്ചരിക്കണം. നാലാമത്തെ ക്വസ്റ്റ്യൻ, ഷദ്ദുണ്ടെങ്കിൽ മണിച്ചോദേണ്ട അക്ഷരം ജിം മീം കാഫ്. ആൻസർ മീം. മീമിനെയും നൂനിനെയും ഷദ്ദുണ്ടെങ്കിൽ മണിച്ചോദണം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, തർമീഹിം എന്നതിലുള്ള അക്ഷരങ്ങൾ 5, 7, 6. തർമീഹിം ത റാ മീം യാ ഹ മീം. 6 അക്ഷരങ്ങളാണ് തർമീഹിം എന്നതിലുള്ളത്. ആറാമത്തെ ക്വസ്റ്റ്യൻ, ലഹ്റക്ക എന്നതിലെ അവസാനത്തെ അക്ഷരം ലഹ്റക്ക. കാഫ് കാഫ് ലാ. ലഹ്റക്ക എന്നതിൽ കാഫാണ് അവസാനം വരുന്ന അക്ഷരം. ഇതുപോലെ ആദ്യത്തെ അക്ഷരം അവസാനത്തെ അക്ഷരമൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാം. ശ്രദ്ധിച്ച് ഉത്തരം എഴുതാം. ഫറാബ് എന്നതിൽ ഉച്ചരിക്കാത്ത അക്ഷരം അലിഫ് ബാ ഫാ. ഫറബ് എന്നതിൽ ഫായിനു ശേഷം ഒരു അലിഫ് ഉണ്ട്, അതിനെയാണ് ഉച്ചരിക്കാത്ത. ആൻസർ അലിഫ്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, കാഫ് കൊണ്ട് തുടങ്ങുന്ന വാക്ക്. കാഫ് കൊണ്ട് തുടങ്ങുന്ന വാക്ക് കൽബിൻ ഹലക്ക വക്കബ. കൽബിൻ. കാഫ് കൊണ്ട് തുടങ്ങുന്ന വാക്ക് കൽബിൻ. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ, മാ അഅ്ബുദു എന്നതിൽ നീട്ടി ഓതേണ്ട അക്ഷരം മാ അഅ്ബുദു. ബ ഐന് മീം. മാ അഅ്ബുദു എന്നതിൽ മീമിനെയാണ് നീട്ടി ഓതേണ്ടത്. മീമിന് മുകളിൽ ഈ മദ് വന്നതുകൊണ്ട് മീമിനെ നീട്ടി ഓതണം. പത്താമത്തെ ക്വസ്റ്റ്യൻ, സുമ്മ ലതുസ് അലുന്ന എന്നതിൽ മണിച്ചോദേണ്ട അക്ഷരങ്ങൾ സുമ്മ ലതുസ് അലുന്ന. മീമിന് മുകളിലും നൂനിന് മുകളിലും ഷദ്ദുള്ളത് കൊണ്ട് 2 അക്ഷരങ്ങളാണ് മണിച്ചോദേണ്ടത്. ആൻസർ 2. 2, 3, 4 എന്ന് തന്നിട്ടുണ്ട്. ആൻസർ 2. ചേരുംപടി ചേർക്കുക. ചേരുംപടി ചേർത്തെഴുതാനാണ്. 11ാമത്തെ ക്വസ്റ്റ്യൻ, ഐനിനെ നീട്ടി ഓതണം. ഐനിനെ നീട്ടി ഓതേണ്ടത് അദ്റാക്ക ലഷദീദുൻ ഷാനിയക്ക ത്വാമിൻ ഇദ്ഖുലൂന. ത്വാമിൻ ഈ വാക്കിൽ ഇതിലാണ് ഐനിനെ നീട്ടി ഓതിയിട്ടുള്ളത്. ലാമിനെ നീട്ടി ഓതണം. 12ാമത്തെ ക്വസ്റ്റ്യൻ, ലാമിനെ നീട്ടി ഓതണം. ലാമിനെ നീട്ടി ഓതേണ്ടത് ഈ. ആൻസർ ഈ. യദ്ഖുലൂന. അവിടെ ഈന്ന് എഴുതണം. യദ്ഖുലൂന. ഇതിൽ ലാമിനെ വാവ് കൊണ്ട് നീട്ടിയിട്ടുണ്ട്. 13ാമത്തെ ക്വസ്റ്റ്യൻ, റായിനെ നീട്ടി ഓതണം. റായിനെ നീട്ടി ഓതണം. അതിൻ്റെ ആൻസർ അത് റാക്ക. റായിനെ നീട്ടിയിട്ടുണ്ട്. ആൻസർ എ എന്നാണ് ഇവിടെ എഴുതേണ്ടത്. 14, ദാലിനെ നീട്ടി ഓതണം. ദാലിനെ നീട്ടി ഓതേണ്ടത് ബി. ലഷദീദുൻ. ഇതിലാണ് ദാലിനെ നീട്ടി ഓതേണ്ടത്. ലെറ്റർ ബി ആണ് ഇവിടെ എഴുതേണ്ടത്. ഷീനിനെ നീട്ടി ഓതണം. ഷാനി അക്ക. ഷീനിനെ അലിഫ് കൊണ്ട് നീട്ടിയിട്ടുണ്ട്. ഷാനി അക്ക. ലെറ്റർ സി ആണ് ഇവിടെ എഴുതേണ്ടത്. ആൻസർ ഇതിൻ്റെ സി. അടുത്തത് പൂരിപ്പിക്കുക. 16ാമത്തെ ക്വസ്റ്റ്യൻ, മൻഹർ എന്നതിൽ ഡേഷിനെ ഉച്ചരിക്കരുത്. മൻഹർ എന്നതിൽ ഡേഷിനെ ഉച്ചരിക്കരുത്. ഉച്ചരിക്കാത്ത അക്ഷരം അതിൽ അലിഫാണ്. അലിഫിന് മുകളിൽ ഒരു ചിഹ്നമുണ്ട്, അതിനെ ഉച്ചരിക്കാൻ പാടില്ല. 17ാമത്തെ ക്വസ്റ്റ്യൻ, ഫഅസർ നബിഹി
നക്ക് ആ എന്നതിൽ ഹാഇനെ ഡേഷ് ഓതണം. നബിഹി ഫാസർ നബിഹി. ഹാഇനെ നീട്ടി ഓതണം. ഹായിന് ശേഷം ഈ ഒരു ചിഹ്നം ഇട്ടതുകൊണ്ട് ഹായിനെ നീട്ടണം. ഹായിനെ നീട്ടി ഓതണം. ഉലായിക്ക എന്നതിൽ ഡേഷിനെ ഉച്ചരിക്കരുത്. ഊ കഴിഞ്ഞിട്ട് വാവിനൊരു സുക്കൂനുണ്ട്, അതിനെയാണ് ഉച്ചരിക്കേണ്ടാത്ത അക്ഷരം. 19ാമത്തെ ക്വസ്റ്റ്യൻ. ഇലാഹിന്നാസ് എന്നതിൽ ഡേഷിനെ മണിച്ചോദണം. മണിച്ചോദേണ്ട അക്ഷരം നൂനാണ്. ഇലാഹിന്നാസ് എന്നതിൽ നൂനിനെ മണിച്ചോദനം. ഇവിടെ നൂനാണ് എഴുതേണ്ടത്. 20. അള്ളാഹു എന്നതിൽ ഡേഷ് അക്ഷരങ്ങളുണ്ട്. അലിഫ്, ലാമ്, ലാമ്, ഹ 4 അക്ഷരങ്ങളുണ്ട്. ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക. അടുത്ത ക്വസ്റ്റ്യൻ ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാനുള്ളതാണ്. വലായഹുല്ലു എന്നതിൽ ഷദ്ദുള്ള അക്ഷരം ഏത്? വലായഹുല്ലു. ലാദിന് ഷദ്ദുണ്ട്. ഇവിടെ എഴുതേണ്ട ആൻസർ ലാദ്. 22ാമത്തെ ക്വസ്റ്റ്യൻ. അബാബീല എന്നതിൽ എത്ര അക്ഷരങ്ങളുണ്ട്? അ, ബ, അലിഫ്, ബ, യാ, ലാമ്. ആദ്യം ഒരു അലിഫ്, ബ, അലിഫ്, ബ, യാ, ലാമ്. 6 അക്ഷരങ്ങളുണ്ട്. ആൻസർ 6. 23ാമത്തെ ക്വസ്റ്റ്യൻ. യഅലമു എന്നതിൽ രണ്ടാമത്തെ അക്ഷരം ഏത്? യഅലമു. ഐനാണ് വന്നിരിക്കുന്നത്. രണ്ടാമത്തെ അക്ഷരം ഐന്. 24. അർആഹു എന്നതിൽ ഉച്ചരിക്കാത്ത അക്ഷരം ഏത്? ഇതിൽ ഒരക്ഷരത്തിന് ഉച്ചരിക്കുന്നില്ല. അത് ഏത് അക്ഷരമാണ്? അർആഹു. അലിഫ് കഴിഞ്ഞിട്ടുള്ള ഈ നൂനിനെയാണ് ഉച്ചരിക്കാത്തത്. ആൻസർ നൂന്. വലം യകുല്ലഹു കുഫുവൻ അഹദ്. ഇതിൽ നീട്ടി ഓതേണ്ട അക്ഷരം ഏത്? നീട്ടി ഓതേണ്ട അക്ഷരം. ഇതിൽ നീട്ടാൻ ഹാന് ശേഷമാണ് ഹു എന്നതിൽ നീട്ടാൻ ഒരു ചെറിയ വാവ് ഇടണ്ട്. നീട്ടി ഓതേണ്ട അക്ഷരം ഹാ. നീട്ടി ഓതേണ്ട അക്ഷരം ഹാ. ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതുക. 26ാമത്തെ ക്വസ്റ്റ്യൻ. മീമും നൂനും മണിച്ചോദണം എപ്പോൾ? ഒറ്റ വാചകത്തിലാണ് ഉത്തരം എഴുതേണ്ടത്. മീമും നൂനും മണിച്ചോദണം. മീമിനും നൂനിനും ഷദ്ദുണ്ടെങ്കിൽ. ആൻസർ ഷദ്ദുണ്ടെങ്കിൽ എന്ന് എഴുതിയാൽ മതി. 27ാമത്തെ ക്വസ്റ്റ്യൻ. മുസ്ഹഫിൽ അക്ഷരത്തിന് മുകളിൽ ഇങ്ങനെ ഒരു ചിഹ്നം വരും. ഈ അടയാളം കൊടുക്കുന്നത് എന്തിന്? ഇങ്ങനെ ഒരു അടയാളം ഇടും. അതെന്തിനാണ് കൊടുക്കുന്നത്? നീട്ടണം. അതിൻ്റെ ആൻസർ നീട്ടണം, നീട്ടി ഓതണം. അതാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ 28ാമത്തെ. മാലുഹു വമാ കസബ്. ഇതിൽ ചെറിയ വാവിനെ കൊടുത്തത് എന്തിന്? ചെറിയൊരു വാവ് ഹൂ കഴിഞ്ഞിട്ടുണ്ട്. അത് കൊടുത്തത് എന്തിനാണ്? ഹാഇനെ നീട്ടാൻ. അതിൻ്റെ ആൻസർ ഹാഇനെ നീട്ടാൻ. അടുത്ത ക്വസ്റ്റ്യൻ 29ാമത്തെ. അൻകല്ല ലഹ്റക്ക്. ഇതിൽ ലാ ഉള്ള പദം ഏത്? ലാ ഉള്ള പദം ഏത്? ഈ രണ്ടാമത്തെ ലഹ്റക്ക് എന്നുള്ളതിലാണ് ലാ വന്നിട്ടുള്ളത്. ആൻസർ ലഹ്റക്ക്. അൻകല്ല എന്നതിൽ ലാദാണ് വന്നിരിക്കുന്നത്. ലഹ്റക്ക് എന്നാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ 30ാമത്തെയാണ്. നസ്തഈനു എന്നതിൽ 6 അക്ഷരങ്ങൾ ഏതെല്ലാം? നസ്തഈനു എന്നതിൽ 6 അക്ഷരങ്ങൾ. നൂന്, സീന്, ത, ത, ഐന്, യാ, നൂന്. ഈ 6 അക്ഷരങ്ങളാണ് അതിലുള്ളത്. 31ാമത്തെ ക്വസ്റ്റ്യൻ. ലി റബ്ബിഹി ലകനൂദ്. ഇതിൽ ചെറിയ യാ കൊടുത്തത് എന്തിന്? ചെറിയ യാ, ചെറിയ വാവ്
അതൊക്കെ നമുക്കറിയാം. നീട്ടാനാണ് കൊടുക്കുക. റബ്ബിഹി ലക്കനൂദ്. അപ്പോൾ നീട്ടാൻ എഴുതാം, അല്ലെങ്കിൽ ഹാഇന് നീട്ടാൻ എഴുതാം. അടുത്തത് റബ്ബിഹിം മിൻ കുല്ലി അംർ. ഇതിൽ ഷദ്ദുള്ള 3 അക്ഷരങ്ങൾ ഏതെല്ലാം? റബ്ബിഹിം മിൻ കുല്ലി അംർ. ഇതിൽ ഷദ്ദുള്ള 3 അക്ഷരങ്ങൾ ഏതെല്ലാം? ഷദ് നമുക്കറിയാം, ബാഇന് മുകളിലുണ്ട്, മീമിന് മുകളിൽ, ലാമിന് മുകളിൽ. ആൻസർ ബാ, മീമ്, ലാമ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ 33ാമത്തെ. ഫീ അമദിൻ മുമദ്ദദ. ഇതിൽ എത്ര ദാലുണ്ട് എണ്ണി നോക്കുക. അമദിൻ എന്നുള്ളതിൽ ദിൻ എന്നുള്ള ഒരു ദാല്, മുമദ്ദദ എന്നുള്ളതിൽ ദ. ഇവിടെ 2 ദാലും ഇവിടെ 1 ദാലും, അങ്ങനെ 3 ദാല്. ആൻസർ 3. ഇതിൻ്റെ ആൻസർ 3 ആണ്. ഇതോടുകൂടി ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഇവിടെ അവസാനിക്കുന്നു.